വടക്കേടത്തെ ദേവിനിലയം തറവാട്ടിലേക്ക് അലോഷിയുടെ ജീപ്പ് ഇരമ്പിച്ചെത്തി. വാഹനത്തിന്റെ ശബ്ദം കേട്ട് പ്രായമുള്ളൊരു സ്ത്രീ വന്നത് ആരാണെന്നറിയാൻ വെളിയിലേക്ക് വന്നു. ലക്ഷ്മിയുടെ അപ്പച്ചി വൈശാഖിയാണെന്ന് അവരെ കണ്ടതും അലോഷിക്ക് മനസ്സിലായി. ആരാ നിങ്ങള്? നിങ്ങളുടെ ഭർത്താവ് നരേന്ദ്രനെ ഒന്ന് കാണണം. ചോദിച്ചതിന് മറുപടി പറയാതെ എടുത്തടിച്ച പോലെ തന്റെ ഭർത്താവിനെ കാണുമെന്ന് പറയുന്നവനെ വൈശാഖി സംശയത്തോടെ നോക്കിയിട്ട് അകത്തേക്ക് നടന്നു. അലോഷി അവര് പോയതും അവിടെ കിടക്കുന്ന ചെയറിലേക്ക് കാലുമേ കാല് പൊക്കി ചെകുത്താൻ ഭാവമണിഞ്ഞിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ഖാദി ഷർട്ടും മുണ്ടും ധരിച്ച് മുഖത്തെ ക്രൂരഭാവം എടുത്തു കാണിക്കുന്ന കൊമ്പം വീഴ്ചയുള്ള ഒരു വയസ്സായ മനുഷ്യൻ അലോഷിക്കരിയിലേക്ക് വന്നു. തന്റെ മുന്നിൽ അഹങ്കാരത്തോടെ ഇരിക്കുന്നവനിലേക്ക് നരേന്ദ്രൻ സൂക്ഷിച്ചു നോക്കി. ആരാ നീ? എവിടെ നിന്നുള്ളതാ? എന്തിനാ ഇവിടേക്ക് വന്നത്? സംശയത്തോടെ നരേന്ദ്രൻ ചോദിച്ചു. അതെന്ത് ചോദ്യമാടോ കിളവ? എനിക്ക് അവകാശപ്പെട്ട തറവാട്ടിലേക്ക് വന്നിട്ട് ഞാൻ ആരാണെന്നൊക്കെ ചോദിച്ചാൽ എങ്ങനാടോ നരേന്ദ്ര? ഒട്ടും ബഹുമാനിക്കാതെ പുച്ഛത്തോടെയുമുള്ള അലോഷിയുടെ സംസാരം നരേന്ദ്രനെ ചൊടിപ്പിച്ചു. ആരാടാ നീ? എവിടെ നിന്ന് വലിഞ്ഞു കയറി വന്നിട്ട് ഇത് നിന്റെ തറവാടാണെന്നോ? നിർത്തടോ കിളവ. അങ്ങനെ വലിഞ്ഞു കയറി വന്നവനൊന്നുമല്ല ഈ കുരിശുപറമ്പ് അലോഷി. ഈ തറവാടിന്റെ ഏക അവകാശി കൂടിയാണ് ഞാൻ. ഇരുവരുടെയും വാക്പോരുകൾ വൈശാഖി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അലോഷിക്ക് ഈ തറവാട്ടിലുള്ള അവകാശത്തെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു അവർ. എന്ത് അവകാശത്തിലാടാ നാറി ഞാൻ വസിക്കുന്ന എന്റെ തറവാട് നിന്റെ ആകുന്നത്? അന്യമതത്തിൽപ്പെട്ട നീ എന്റെ തറവാട്ടിൽ കാലുകുത്തിയത് തന്നെ വലിയൊരു തെറ്റാണ്. ആഹാ, കിളവൻ നമ്മുടെ ടോണിലേക്ക് വരുന്നുണ്ടല്ലോ. അലോഷി നരേന്ദ്രനെ പരിഹാസത്തോടെ നോക്കി റോണിയോടും മാനവനോടുമായി പറഞ്ഞു. കിടന്ന് ചിലക്കായി ഇറങ്ങടാ ഇവിടുന്ന്. കിടന്ന് കുരയ്ക്കാതട പട്ടി. ഞാൻ പറയുന്ന മുഴുവൻ കെട്ടിട്ട് നീ പട്ടിയെ പോലെ കിടന്ന് കുരയ്ക്ക്. ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. പേര് ആലോഷി, കുരിശുപറമ്പ് ആലോഷി, വട്ടപ്പേര് ചെകുത്താൻ. എന്റെ നാട്ടിലുള്ളവർ അങ്ങനെയാ വിളിക്കുന്നത്. പിന്നെ ഇവിടേക്ക് വന്നതിന്റെ ഉദ്ദേശം നിങ്ങളുടെ ആളിയൻ വിശ്വനാഥന്റെ ഒരേ ഒരു മരുമകനാണ് ഈ ഞാൻ. വിശ്വനാഥന്റെ മരുമകനാണെന്ന് കേട്ടതും നരേന്ദ്രൻ ഞെട്ടിത്തെറിച്ചു നിന്നു. അലോഷി വിജയച്ചിരിയോടെ നരേന്ദ്രനെ പുച്ഛത്തോടെ നോക്കി. തന്റെ ഉള്ളം കൈയിൽ നിന്ന് എല്ലാം നഷ്ടമാകുന്നത് പോലെ നരേന്ദ്രന് തോന്നി. പണിത് തീർത്ത മോഹക്കൊട്ടാരമൊക്കെ ഇല്ലാതാകാനുള്ള സമയമായെന്ന ചിന്ത നരേന്ദ്രനെ ദേഷ്യം നിറച്ചു. വൈശാഖി നിറഞ്ഞ കണ്ണുകളെ സന്തോഷത്തോടെ ലക്ഷ്മിയെക്കുറിച്ച് ചോദിക്കാൻ ആലോഷിക്കരികിലേക്ക് പോകാൻ തുനിഞ്ഞെങ്കിലും നരേന്ദ്രന്റെ രൂക്ഷമായ നോട്ടത്തിൽ അവർ പെട്ടെന്ന് തലതാഴ്ത്തി നിന്നു. എന്താടോ കിളവ, തന്റെ ഉത്തരം മുട്ടിപ്പോയോ? ഇപ്പൊ എവിടെ പോയി തന്റെ വീറും വാശിയുമൊക്കെ? ആലോഷിയുടെ പരിഹാസം നരേന്ദ്രന് വളരെയധികം ആഴത്തിൽ ലക്ഷ്മിയോടുള്ള ദേഷ്യം കൂട്ടുകയായിരുന്നു. മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അയാൾ തന്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. ഇറങ്ങിപ്പോടാ നായ ഇവിടെന്ന്. നാടും വീടും ഉപേക്ഷിച്ച് കണ്ട അന്യമതക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയവൾക്കോ നിനക്കോ ഈ തറവാടുമായി യാതൊരു ബന്ധവുമില്ല. അവളെ എന്നേ ഈ തറവാട്ടിൽ നിന്ന് പടിയിറക്കി പിണ്ടം വെച്ചതാ. ആലോഷിക്ക് മുന്നിൽ തോക്കാൻ തയ്യാറാകാതെ നരേന്ദ്രൻ വാശിയോടെ തന്നെ പറഞ്ഞു. തന്റെ പിണ്ടിത്തോന്റെ കാര്യമൊന്നും കേൾക്കാനല്ല ഞാനിങ്ങോട്ട് കെട്ടിയെടുത്തേക്കുന്നേ. എന്റെ പെണ്ണിന് അവകാശപ്പെട്ടതൊക്കെ പുല്ലുപോലെ ഞാൻ നേടിയെടുക്കും. അതിന് തന്റെ വാക്സാമർത്ഥ്യം കൊണ്ടൊന്നും പറ്റില്ല. നിയമത്തെക്കുറിച്ചൊന്നും തനിക്കത്ര അറിവില്ലെന്ന് തോന്നുന്നു. അതെങ്ങനെ? കൊന്നും കൊടുത്തുമല്ലേ പണ്ട് മുതലേ ശീലം. ഈ ഒരു കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള പൊരുത്തം 10ൽ 10ആണ്. തന്റെ അതേ ലെവലിൽ ഉള്ളതാടോ കിളവ ഈ അലോഷിയും. തന്നെ കുറിച്ച് അവൻ എന്തൊക്കെയോ അറിയാമെന്ന് അവന്റെ മുനവെച്ചുള്ള സംസാരത്തിൽ നിന്ന് നരേന്ദ്രന് മനസ്സിലായി. ഇവൻ നിസ്സാരക്കാരനല്ലെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ നരേന്ദ്രന് തോന്നി. 2 ദിവസം കഴിഞ്ഞ് ഞാനും എന്റെ പെണ്ണും ഇവിടേക്ക് വരും. ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നോളൂ നരേന്ദ്ര. ആലോഷി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നരേന്ദ്രനോട് പറഞ്ഞു. എന്നാൽ നരേന്ദ്രന് അവൻ തന്നെ ആജ്ഞാപിക്കുന്നത് പോലെയാണ് തോന്നിയത്. എന്തോ താൻ അവന്റെ അടിമയാണെന്ന പോലെ. നീ നിന്റെ മറ്റോളെ എന്റെ തറവാട്ടിൽ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇത്രയൊക്കെ താൻ പറഞ്ഞിട്ടും അയാളുടെ അഹങ്കാരം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് അലോഷിക്ക് മനസ്സിലായി. വലത് കൈകൊണ്ട് അലോഷി മീശ ഇരുവശത്തേക്കും പിരിച്ച് പുച്ഛച്ചിരിയോടെ നരേന്ദ്രൻ അരികിലേക്ക് നടന്നു. താൻ കുറെ ആയാലും എന്റെ തറവാടെന്ന് പറയാൻ തുടങ്ങിയിട്ട്. വാടക്കേടത്തെ ദേവിനിലയം തറവാടിന്റെ ഒരേ ഒരു അവകാശി വിശ്വനാഥന്റെ ആദിലക്ഷ്മിയുടെ മകൾ അധിഷ്ഠലക്ഷ്മിയാണെന്ന് എന്നെ പോലെ തന്നെ തനിക്കും അറിയാമെന്നാണ് എന്റെ വിശ്വാസം. എന്താ അങ്ങനെയല്ലേ നരേന്ദ്ര? നരേന്ദ്ര അതിന് മറുപടി പറയാതെ വലിഞ്ഞു മുറുകിയ ഭാവത്തോടെ മുഖം തിരിച്ചു. അപ്പൊ ശരി, ഞാൻ പോയി എന്റെ പെണ്ണിനെയും കൂട്ടി തിരികെ വരാം. ആദ്യം എനിക്ക് എന്റെ ഫ്രണ്ട് CBI ഓഫീസർ അബ്ദുൾ റസാഖിനെ ഒന്ന് കാണണം. എന്തിനാണെന്ന് വെച്ചാൽ എന്റെ അമ്മായച്ചനും അമ്മായിയമ്മയും മരണം ആരോ കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണെന്നാണ് എന്റെ ഒരു സംശയം. ആ സംശയം വേഗം തന്നെ അവൻ തീർത്തു തന്നോളൂ. വിശ്വനാഥന്റെ ആദിലക്ഷ്മിയുടെ മരണം പുനരന്വേഷിക്കുന്ന കാര്യമാണ് അവൻ പറഞ്ഞു വരുന്നതെന്ന് നരേന്ദ്രന് മനസ്സിലായി. താൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം തകർക്കാനാണ് അവന്റെ വരവെന്ന സത്യം നരേന്ദ്രനെ കൂടുതൽ അസ്വസ്ഥനാക്കി. ആലോഷി അവന്റെ കൂട്ടാളികളെയും കൂട്ടി നരേന്ദ്രനെ പുച്ഛിച്ച് അവിടെ നിന്നും ഇറങ്ങി. വൈശാഖി ഭർത്താവിനെ ഒന്ന് നോക്കി അകത്തേക്ക് പോയി. നരേന്ദ്രൻ അവന്റെ പോക്ക് നോക്കി എല്ലാം തകർന്നവനെ പോലെ നിലത്തേക്കിരുന്നു. ഇവൻ തന്റെ അടിവേര് തകർക്കും. ഇല്ല, അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. റോണിയെ മാനവനെ അവരുടെ വീട്ടിലാക്കി അന്ന് പാതിരാത്രിയോടെ അലോഷി കുരിശുപറമ്പിലേക്ക് തിരികെ എത്തിയത്. കോളിംഗ് ബെല്ലടിച്ച് എല്ലാവരെയും ഉണർത്താതെ ജോജിയെ മാത്രം ഫോൺ ചെയ്ത് അലോഷി ഡോർ തുറക്കാൻ പറഞ്ഞു. ഏതോ ഒരു സുന്ദരിപ്പണിന്റെ കൂടെയുള്ള റൊമാന്റിക് സ്വപ്നം പകുതിക്ക് വെച്ച് നശിപ്പിച്ച അലോഷിയെ ജോജി മനസ്സ് നല്ല രീതിയിൽ തന്നെ സ്മരിച്ചു.
തല ചൊറിഞ്ഞുകൊണ്ട് ഉറക്കപ്പിച്ച് ജോജി വാതിൽ തുറന്നു. അലൂഷി അകത്തേക്ക് കയറി ഡോറി പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ജോജിയുടെ തലക്കിട്ടൊന്ന് കൊട്ടി. പോയി കിടന്നുറങ്ങടാ. അലോഷി ജോജിയോട് പറഞ്ഞ് റൂമിലേക്ക് നടന്നു. ജോജി അലോഷി പറഞ്ഞു കേട്ട് ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ എന്തൊക്കെയോ പിറുപിറുത്ത് വാതിലടച്ച് മുറിയിലേക്ക് പോയി. അലോഷി അവന്റെ മുറിയിലേക്ക് നടക്കുകയല്ലായിരുന്നു, ഓടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. തന്റെ ഒരു ജുബയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ലക്ഷ്മിയെ കണ്ട് അലോഷിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൾക്കരികിലിരുന്ന് പതിയെ അവളുടെ തലമുടിയിലൂടെ തഴുകിയ മൂർധാവിൽ ചുടുചുംബനം നൽകി. നിന്നോട് എനിക്ക് പ്രണയമാണെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി തരാൻ എന്റെ പക്കലില്ല. ഒരു ഉറപ്പ് തരാം, ഈ കുരിശുപറമ്പെ അലോഷിയുടെ മനസ്സിൽ നിനക്കല്ലാതെ വേറൊരാൾക്ക് സ്ഥാനമില്ല. അത്രയ്ക്ക് നിന്നെ ഞാൻ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണോ പ്രണയമെന്ന് പറയുന്നത്? അറിയില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ജീവശ്വാസം വരെ എന്റെ മിന്നിന് അവകാശം നീ മാത്രമായിരിക്കും. അലോഷി അവളെ നോക്കി മനസ്സിൽ മന്ത്രിച്ചു. പിന്നെപ്പോഴോ അവളെ നോക്കിയിരുന്നു ഉറക്കം കണ്ണിനെ മൂടി. സൂര്യപ്രകാശം കണ്ണിലേക്ക് അടിച്ചതും ലക്ഷ്മി പതിയെ കണ്ണുകൾ തുറന്നതും തനിക്കരികെ കിടന്നുറങ്ങുന്ന അലോഷിയിലേക്കാണ് അവളുടെ നോട്ടം പോയത്. തനിക്ക് മുന്നിലുള്ള അലോഷി സ്വപ്നമാണെന്നാണ് ലക്ഷ്മി ആദ്യം കരുതിയത്. എന്നാൽ ഉറക്കത്തിൽ അലോഷിയുടെ കൈ അവളുടെ ദേഹത്ത് വീണതും അവൾ ഞെട്ടി എഴുന്നേറ്റു. കണ്ണുമിഴിച്ച് അവൾ അലോഷിയുടെ മുഖത്തേക്ക് കുറെ നേരം നോക്കിയിരുന്നു. അവളുടെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിനായി അലോഷിയുടെ കവളിൽ ഒന്ന് തൊട്ടു നോക്കി. ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്നറിഞ്ഞ ലക്ഷ്മി പെട്ടെന്നുള്ള സന്തോഷത്തിൽ അലോഷിയുടെ കവളിൽ ചുംബിച്ചു. അവനെ കണ്ട ആവേശത്തിൽ ചെയ്തുപോയ പ്രവൃത്തി ഓർത്ത് ലക്ഷ്മി പിന്നീട് വാപുത്തി അവനെ നോക്കി അന്തം വിട്ടിരുന്നു. എന്നാൽ ആ ചുംബന ചൂടറിഞ്ഞ് അലോഷി മിഴികൾ പതിയെ ചിമ്മി തുറന്നു. തന്റെ അരികിൽ തന്നെ നോക്കി വാപുത്തിയിരിക്കുന്നവളെ അലോഷി സംശയത്തോടെ നോക്കി. എന്താടി മുഖത്തൊരു കള്ള ലക്ഷണം? വായിക്കോട്ടെ ഇട്ടുകൊണ്ട് അലോഷി അവളോട് ചോദിച്ചു. അത് പെട്ടെന്നുള്ള വെപ്രാളത്തിൽ അവൻ ചോദിച്ചതിന് ഉമ്മയെന്ന് നാവിൻ തുമ്പിൽ നിന്ന് വെളിയിലേക്ക് ഉരിയാടുന്നതിന് മുന്നേ തന്നെ ലക്ഷ്മി അബദ്ധം പറ്റിയതുപോലെ നാക്ക് കടിച്ചു. എന്തോന്ന്? എന്തോ കൊനിഷ്ടാണ് പറയാൻ വന്നെന്ന് അലോഷിക്ക് മനസ്സിലായി. എന്താടി നീ ഇപ്പൊ പറയാൻ വന്നേ? അലോഷി പുതപ്പ് മാറ്റി എഴുന്നേറ്റിരുന്നുകൊണ്ട് ലക്ഷ്മിയെ കൂർപ്പിച്ചു നോക്കി. ലക്ഷ്മിക്ക് എന്ത് പറയണമെന്നറിയാതെ അവൾ ആകെ കുഴഞ്ഞു. അത് പിന്നെ ഇച്ച ഇന്നലെ എപ്പോഴാ വന്നേ? പെട്ടെന്നൊരു ബുദ്ധി മനസ്സിൽ തെളിഞ്ഞതുപോലെ അവന്റെ ശ്രദ്ധ മാറ്റാൻ ലക്ഷ്മി ശ്രമിച്ചു. അറിഞ്ഞിട്ടിപ്പോ നിനക്കെന്നാത്തിനാ? മറുപടി പറയാതെയുള്ള അവന്റെ മറുചോദ്യം കേട്ട് ലക്ഷ്മി കണ്ണു ചിമ്മി കാണിച്ചു, ഒന്നുമില്ലെന്ന പോലെ. എന്നാ എന്നെ നോക്കി വായം പൊളിച്ച് നിൽക്കാതെ പോയി ചായ ഇട്ടുകൊണ്ട് വാടി. ആലോചി കലിപ്പിൽ അവൾക്ക് നേരെ അലറിയതും അവൾ വേഗം എഴുന്നേറ്റ് റൂമിന് വെളിയിലേക്ക് ഓടാൻ തുടങ്ങി. അവിടെ നിൽക്കടി. റൂമിന് വെളിയെ എത്തുന്നതിന് മുന്നേ തന്നെ അലോഷി അവളോട് നിൽക്കാൻ അലറി. എന്താ ചായ? ഇങ്ങനെന്താ ഒന്നിന്റെ ജന്മമാണ് എന്നൊക്കെ ആലോചിച്ച് ലക്ഷ്മി തിരിഞ്ഞ് അവനോട് സ്നേഹത്തോടെ കാര്യം എന്താണെന്ന് തിരക്കി. നീ കുളിച്ചോ? ഇല്ല. പല്ല് തേച്ചോ? ഇല്ല. എന്താ ചായ? ഇച്ചായ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് സംശയത്തിലായിരുന്നു അവൾ. കുളിയും നനയും ഇല്ലാതെയാണോ അടുക്കളയിൽ കയറുന്നേ? പോയി കുളിക്കടി. കുളിയും തേവാരം കഴിഞ്ഞ് വേഗം എനിക്കൊരു ചായം കൊണ്ടുപോവാ. അവന്റെ ആജ്ഞ കേട്ട് ലക്ഷ്മി ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ലക്ഷ്മി എന്തൊക്കെയോ പിറുപിറുത്ത് കുളിക്കാനുള്ള തുണിയും എടുത്ത് ബാത്റൂമിൽ കയറി. ആലോഷി അവളുടെ ചാടിത്തുള്ളിയുള്ള പോക്ക് കണ്ട് ചിരിയോടെ വീണ്ടും പുതപ്പ് മൂടി കിടന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം ജോജി മാത്രം ആൽബിയോട് ഓരോന്ന് പറഞ്ഞ് അടികൂടാൻ തുടങ്ങി. ലക്ഷ്മി അവരോട് അടങ്ങിയിരിക്കാൻ കണ്ണുകൊണ്ട് പറഞ്ഞു. അവറാച്ച ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധ മുഴുവൻ അലോഷിയുടെ നേരെയാണ്. അലോഷി ആരെയും നോക്കാതെ ഫുഡ് കഴിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അവറാച്ചൻ ഫുഡ് കഴിച്ച് എഴുന്നേക്കുന്നതിനിടെ ജോയിയെ വിളിച്ചു. ജോജി, എന്താ ചാച്ച നീ എപ്പോഴാ വീട്ടിൽ പോന്നേ? അതെന്താ ചാച്ച എന്നെ ഇവിടുന്ന് പറഞ്ഞൊക്കെ ഇത്ര ധൃതി? കാരണം നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയത് കൊണ്ടാടാ കോഴി. ആൽബി അവന്റെ തോളെ അടിച്ചുകൊണ്ട് പറഞ്ഞു. ഡാ പുല്ലേ നീ. ജോജിക്ക് ആൽബി പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതിന് കാലിപ്പെ അവന്റെ നേരെ ചീറിയതും ഇരുവരുടെ ആടി കണ്ട അവറാച്ചൻ ചൂടായി. നിർത്തുന്നുണ്ടോ രണ്ടും? കാള പോലെ വളർന്നിട്ട് രണ്ടെണ്ണത്തിന് കുട്ടികളെ മാറിയില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ജോജി, നീ വേഗം വീട്ടിലേക്ക് ചെന്നേക്കണം. മോളി ഇതുവരെ നീ ഇവിടെ വന്ന കാര്യം അറിഞ്ഞിട്ടില്ല. ജേക്കബ് അവളോട് പറഞ്ഞിട്ടില്ല. വേഗം അവളെ ചെന്ന് മുഖം കാണിക്കാൻ നോക്ക്. ആ ചാച്ച പോവാ. ജോജി തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഡാൽബി, നീയും കൂടെ പൊയ്ക്കോ. ഞാനെന്തിനാ ചാച്ച പോന്നേ? ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടേച്ചാ മതി. ജോജി വാങ്ങിക്കൂട്ടിയ സപ്ലിയുടെ കാര്യം മോളി ആന്റിയോട് വിളിച്ചു പറഞ്ഞതിനാൽ ആന്റി പുന്നാരമോനും മധുരം നൽകാനാണ് ചാച്ചനെ കൊണ്ട് അവനെ വീട്ടിൽ വരുത്തിക്കാൻ നോക്കുന്നത്. അവന് കിട്ടാൻ പോകുന്ന പണിയോർത്തുള്ള സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് ബോംബിട്ടതുപോലെ താനും കൂടെ ചെല്ലാൻ ചാച്ച ഓർഡർ ഇട്ടത്. ഇത്രയൊക്കെ നടന്നിട്ടും അവർ പറയുന്നതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഫുഡ് കഴിക്കുന്ന ആലോചിച്ച് തന്നെ ലക്ഷ്മി നോക്കി നിന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇച്ചേച്ചിയും കൂടെ കൊണ്ടുപോവാം. ജോജി സന്തോഷത്തോടെ എല്ലാവരോടുമായി പറഞ്ഞതും ആലോചി പെട്ടെന്ന് കഴിക്കുന്നത് നിർത്തി ജോജിയെ നോക്കി പഠിപ്പിച്ചു. ജോജി അത് കണ്ടെങ്കിലും മൈൻഡ് ചെയ്തില്ല. ജോജിയുടെ കൂടെ പോകുന്ന കാര്യം കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ഒത്തിരി സന്തോഷമായി. കുറച്ചായി മോളിയന്റെ കണ്ടിട്ട്. ഇത്രയും ദിവസം കാണാഞ്ഞതിൽ ഒരു വിഷമം അവൾക്കുണ്ട്. എന്നാ നിങ്ങൾ മൂവരും കൂടി പോയിട്ട് വാ. വേണ്ട, അവള് പോണ്ട. യുവമാർ രണ്ടും കൂടി പോയിച്ചു വരട്ടെ. അവറാച്ചൻ പോകാൻ സമ്മതം നൽകിയതും അലോഷി ലക്ഷ്മി പോകുന്നത് തടഞ്ഞു. ലക്ഷ്മിക്കും അലോഷി പറഞ്ഞു കേട്ട് വിഷമമായി. അതെന്താ ഇച്ചേച്ചിക്കും? അവൾ പോകില്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോകില്ല.
ആൽബി എന്തോ പറയാൻ തുടങ്ങിയതും അലോഷി വാശിയോടെ പറഞ്ഞു. അവൾ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കത്തേ ഉള്ളൂ, അതിന് നല്ലതല്ലേ മോളിയുടെ അടുക്കി ചെല്ലുന്നത്. ലക്ഷ്മിയുടെ ദയനീയ നോട്ടം കണ്ട് അവറാച്ചൻ തണുപ്പം മാറ്റി അലോഷിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കിയെങ്കിലും അലോഷി പറഞ്ഞത് തന്നെ ഉറച്ചു നിന്നു. ഇനി അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന അർത്ഥത്തിൽ അവറാച്ചൻ പിന്നെയൊന്നും മിണ്ടിയില്ല. ആൽബിക്കും ജോജിക്കും അവരുടെ ഇച്ചേച്ചിയെ കൂടെ വിടാത്തത് അലോഷിയോട് ചെറിയ രീതിയിൽ നീരസമുണ്ടായി. പിന്നെ എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനും ഇവളും കുറച്ച് ദിവസത്തേക്ക് ഒരു സ്ഥലം വരെ പോവാം. മറ്റന്നാൾ അല്ലെങ്കിൽ വേണ്ട, നാളെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. എപ്പോ തിരിച്ചു വരും എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ വരും. ആദ്യം മറ്റന്നാൾ പോകാമെന്നാണ് അലോഷി വിചാരിച്ചിരുന്നത്. എന്നാൽ തന്റെ പുന്നാര അനിയന്മാരെ വിശ്വാസമില്ലാത്തതിന് അലോഷി മറ്റന്നാൾ എന്നത് നാളേക്ക് മാറ്റി. അതും പറഞ്ഞ് അലോഷി ആഹാരം കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. അവൻ എവിടേക്കാണ് ലക്ഷ്മിയെ കൊണ്ട് പോകുന്നതെന്ന് അവറാച്ചൻ മനസ്സിലാക്കി. തടയണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ഇതോടെ ചിലപ്പോൾ എല്ലാം കലങ്ങി തെളിഞ്ഞാലോ എന്ന ചിന്ത അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. ജോജിക്കോ ആൽബിക്കോ അലോഷയുടെ ആദ്യമുണ്ടായിരുന്ന നീരസം അവരെവിടേക്കോ പോകുന്ന കാര്യം കേട്ടതോടെ ഇല്ലാതായി. കാരണം ഇച്ചന്റെ കുഞ്ഞനിയന്മാരുടെ ചിന്തയിൽ ഹണിമൂണിലുള്ള പോക്കാണെന്നാണ് രണ്ടും വിചാരിച്ചു വെച്ചേക്കുന്നത്. ലക്ഷ്മി ആ സമയം മുഴുവൻ അലോഷി താനുമൊത്തുള്ള യാത്ര പോകുന്നതിനെ കുറിച്ച് പറഞ്ഞതിൽ മുഴുകി നിൽക്കുമായിരുന്നു. ഇച്ചയനിൽ നിന്നുള്ള അകലം കുറയുകയാണെന്ന് അവൾക്ക് ഒരു വേള തോന്നി. ഇച്ചയനും താനും മാത്രമുള്ള ആ യാത്ര ഓർക്കുമ്പോ തന്നെ മനസ്സൊന്ന് പൂത്തുലഞ്ഞു. ആൽബിയും ജോജിയും സ്വപ്നലോകത്ത് മുഴുകി നിൽക്കുന്ന തന്നെ നോക്കി കളിയാക്കി ചിരിക്കാനും മറന്നില്ല. രാത്രിയായതും ലക്ഷ്മി നാളെ രാവിലെ പോകാൻ വേണ്ടി ട്രോളി ബാഗിൽ തുണിയെല്ലാം എടുത്തു വെക്കാൻ തുടങ്ങി. അലോഷി റൂമിൽ വന്നപ്പോഴുള്ള കാഴ്ചയായിരുന്നു അത്. അവൻ വന്നതൊന്നും ജോലിയെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നതിനാൽ അവൾ കണ്ടിരുന്നില്ല. അലോഷി അവളുടെ പ്രവൃത്തികളെ ചിരിയോടെ നോക്കി നിന്നു. പതിയെ അവൾക്കരികിലേക്ക് നടന്ന് അവളെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്നായതിനാൽ അവളൊന്ന് പേടിച്ചു. ഇച്ചയ. അവളുടെ ആ വിളി കാതോർത്തെന്ന പോലെ അലോഷി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഇച്ചയ, വിട്ടേ. വിറച്ചവൾ പറഞ്ഞൊപ്പിച്ചു. ഇല്ലെങ്കിലോ? അലോഷി കുറുമ്പോടെ പറഞ്ഞ് അവളുടെ കഴുത്തിൽ മുഖമിട്ടുരസി. അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ എന്തിനോ വേണ്ടി അലയാൻ തുടങ്ങി. അവളുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന അവസ്ഥയിലായി. ഇനിയും അവന്റെ കുസൃതികൾ താങ്ങാൻ കെൽപ്പില്ലാത്തതിനാൽ തന്നെ ചുറ്റിപ്പിടിച്ച കൈകളെ അമർത്തിപ്പിച്ച് അവനെ തള്ളി മാറ്റി. അവനെ നോക്കാൻ കഴിയാത്തതിനാൽ അവൾ നാണത്തോടെ മുഖം താഴ്ത്തി നിന്നു. എന്തിനാടി പുല്ലെ എന്റെ കൈ മാന്തി പറിച്ചത്? കൈ നൊന്ത ദേഷ്യത്തെ അലോഷി അവൾക്ക് നേരെ അലറി. പ്രണയത്തോടെ തന്നെ തലോടിയവൻ പെട്ടെന്ന് തന്നെ ചെകുത്താനായി മാറിയതും അവൾ പേടിച്ചു പോയി. വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയ അലോഷിക്ക് ഒരു കോൾ വന്നതും അവൻ അവളെ കണ്ണുരുട്ടി നോക്കിയിട്ട് ഫോണുമായി വെളിയിലേക്ക് ഇറങ്ങി. എന്തൊരു സ്വഭാവമാ ഇങ്ങേരുടെ! എന്റെ തലയിൽ തന്നെ ഇങ്ങനെ വന്ന് വീണല്ലോ. എല്ലാം എന്റെ തലവിധി, അല്ലാതെ എന്ത് പറയാനാ? ആലോഷി പോയ പുറകെ ലക്ഷ്മി ചുണ്ടുകുറിപ്പിച്ച് പിറുപിറുക്കാൻ തുടങ്ങി. രാവിലെ ആയതും എല്ലാവരോടും യാത്ര പറഞ്ഞ് ലക്ഷ്മി ആലോഷിയുടെ കൂടെ പുറപ്പെട്ടു. പോകുന്നതിന് മുന്നേ മോളി ആന്റിയോടും ആൻസിയോടും വിവരം പറഞ്ഞിരുന്നു. എവിടേക്കാണ് പോകുന്നത് പലരും ചോദിച്ചെങ്കിലും അതിനൊരു കൃത്യമായ മറുപടി അലോഷിക്കേ അറിയൂ. അതിനാൽ ചോദിച്ചവരോടൊക്കെ ലക്ഷ്മി കൈമലർത്തി. യാത്രക്കിടയിൽ അലോഷിയുടെ മുഖഭാവം ഗൗരവത്തിൽ തന്നെയായിരുന്നു. ജീപ്പിന്റെ ശബ്ദം മാത്രം ഇരുവരിലും കെട്ടിനിന്നു. വെളിയിലെ കാഴ്ചകളെ ലക്ഷ്മി പുഞ്ചിരിയോടെ കണ്ണു നട്ടിരുന്നു. ഇടം കണ്ടിട്ട് അലോഷിയുടെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് അവളിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അവന്റെ ഉള്ളിൽ അവിടെ എത്തിക്കഴിയുമ്പോഴുള്ള ലക്ഷ്മിയുടെ അവസ്ഥ ആലോചിച്ച് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പോകുന്ന വഴി ഭക്ഷണം കഴിക്കാനായി ചായക്കടയിൽ കയറി. അവൾക്ക് വേണ്ടി ദോശയും ചമ്മന്തിയും കറിയും പറഞ്ഞ് അലോഷി പൊറോട്ടയും ബീഫും സ്വാദോടെ കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ യാത്ര തുടർന്നു. യാത്രയിൽ പകുതിയായതും ലക്ഷ്മി മയക്കത്തിൽ വീണു. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം വടക്കെടുത്ത് ദേവിനിലയം തറവാട്ടിലെത്തിയതും അലോഷി നിദ്രയിലായിരുന്നവളെ വിളിക്കാനായി കൈയുയർത്തി. അലോഷി തട്ടി വിളിച്ചതും ലക്ഷ്മി ചിണുങ്ങി എഴുന്നേറ്റു. കണ്ണു തുറന്ന് തന്റെ അരികെ തന്നെ നോക്കിയിരിക്കുന്ന അലോഷിയെ നോക്കി ലക്ഷ്മി ചിരിച്ചു. നീ ഇറങ്ങ്. അതും പറഞ്ഞ് അലോഷി ജീപ്പിൽ നിന്നിറങ്ങി. അലോഷി ഇറങ്ങിയതിന് പുറമെ ലക്ഷ്മി പതിയെ ഇറങ്ങി നേരെ നോക്കിയതും വന്ന സ്ഥലം കണ്ട് അവൾ തറഞ്ഞു നിന്നു. ഇത്രയും കാലം ആരിൽ നിന്നാണോ മറഞ്ഞു നിന്നത് അവരിലേക്ക് തന്നെ താനിപ്പോ എത്തിയിരിക്കുകയാണെന്ന ചിന്ത ലക്ഷ്മിയെ വളരെയധികം പരിഭ്രാന്തി നിറച്ചു. സ്വപ്നത്തിൽ പോലും അലോഷി അവളെ എവിടേക്കാണ് കൊണ്ടുവരുന്നതെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. നിറഞ്ഞ കണ്ണുകളോടെ ലക്ഷ്മി അലോഷിയെ നോക്കി. അവനും അവളെ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു. അവളിപ്പോ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അവൻ അവളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കി. അവനൊന്ന് ശ്വാസം വലിച്ചുവിട്ട് അവളുടെ കൈ പിടിച്ചു. ദുഃഖാർദ്രമായ അവളുടെ മിഴികൾ അവനെ സംശയത്തോടെ നോക്കി. ഇച്ചയ, ഇച്ചയ, എന്നെ വേണ്ടാത്തോണ്ട് ഇവിടെ ഇറക്കിട്ട് പോകാനായിരുന്നു എന്നെയും കൂട്ടിക്കൊണ്ടുവന്നേ. ഉള്ളിൽ നിന്ന് പൊട്ടി വരാൻ തുടങ്ങിയ ഏങ്ങലടികളെ അടക്കി പിടിച്ചുകൊണ്ട് ലക്ഷ്മി ഇടറിയ സ്വരത്തിൽ അലോഷയോട് ചോദിച്ചു. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് അവൾ പറഞ്ഞത്. അതിന്റെ ദേഷ്യം അലോഷിയെ പ്രകടമായി. നിന്നെ ഉപേക്ഷിക്കാനാണെങ്കിൽ ഞാൻ കെട്ടിയ മിന്ന് പൊട്ടിച്ചെറിഞ്ഞ് നിന്റെ തറവാട്ടി കൊണ്ട് കളഞ്ഞ് എന്റെ പെട്രോൾ കളയാൻ എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. നീ ചോദിച്ചതിനുള്ള മറുപടി നിനക്ക് നല്ല രീതിയിൽ ഞാൻ തരുന്നുണ്ട്. പിന്നൊരു കാര്യം, ഇവിടെയുള്ളവരെ കണ്ട് പേടിച്ചിരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കുറെ വാങ്ങിച്ചു കൂട്ടും, പറഞ്ഞില്ലെന്ന് വേണ്ട. കാലിപ്പെ അലോഷി ലക്ഷ്മിയെ നോക്കി പേടിപ്പിച്ച് മുണ്ട് മടക്കി കൊതി തറവാടിന് നേരെ നടന്നു. ലക്ഷ്മിയാണെങ്കിൽ അലോഷി പറഞ്ഞു കേട്ട് ചെറുതായിട്ട് പേടിച്ചു.
അങ്ങനെയൊന്നും അവനോട് ചോദിക്കേണ്ടായിരുന്നെന്ന് പിന്നീട് തോന്നി. പക്ഷെ ഇവിടെ എന്തിനാണ് തന്നെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന സംശയം മനസ്സിലൊരു ചോദ്യചിഹ്നമായി കിടപ്പുണ്ട്. തറവാടിന് നേരെ കണ്ണുകൾ പായ്ക്കുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും പാട്ടിയുടെയും കൂടെ കഴിഞ്ഞിരുന്ന ആ സന്തോഷ ദിനങ്ങൾ ഇന്നൊരു ഓർമ്മകൾ മാത്രമായി അവശേഷിക്കുകയാണ്. എന്താലോചിച്ചോണ്ട് നിൽക്കുവാടി? അലോഷിയുടെ അലറക്കേട്ട് ലക്ഷ്മി ബോധം വന്നതുപോലെ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. തറവാട്ടിലേക്കുള്ള പടികൾ കയറിയതും ലക്ഷ്മിയുടെ മനസ്സിലേക്ക് നരേന്ദ്രൻ എന്ന അപ്പച്ചയുടെ ക്രൂരതകൾ നിറഞ്ഞ ഭർത്താവിന്റെ മുഖം കടന്നു വന്നു. തങ്ങളെ ഇരുവരെയും കാണുമ്പോൾ അയാളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നൊരു ഭയം മനസ്സിൽ ഉടലെടുത്തു. അവളുടെ പേടി അറിഞ്ഞ പോലെ അലോഷി അവളുടെ കൈ കോർത്തു പിടിച്ചു. അതവൾക്ക് ചെറിയ രീതിയിൽ ആശ്വാസം തോന്നി. അവിടെ തൂക്കിയിട്ടിരുന്ന മണി അലോഷി വലിയ ശബ്ദത്തിൽ അടിച്ചു. ശബ്ദം കേട്ട് നരേന്ദ്രനും വൈശാഖി ഇറങ്ങി വന്നു. വന്നിരിക്കുന്നവരെ കണ്ട് വൈശാഖി സന്തോഷിച്ചെങ്കിലും നരേന്ദ്രന്റെ കണ്ണിൽ പക ആളിക്കത്തി. നരേന്ദ്രന്റെ മുഖഭാവം കണ്ട് ലക്ഷ്മി പേടിയോടെ അലോഷിയുടെ കൈ അമർത്തി പിടിച്ചു നിന്നു.